പാറും കിളിയേ നീ കഅബ കണ്ടോ, പാടെ കറുത്തോരു ഹജർ കണ്ടോ, പാരം ഇബ്രാഹിം മഖാം കണ്ടോ, പറയൂ സ്വഫ മർവ മലയും കണ്ടോ, പാറും കിളിയേ നീ കഅബ കണ്ടോ, പാടെ കറുത്തോര ഹജർ കണ്ടോ, പാരം ഇബ്രാഹിം മഖാം കണ്ടോ, പറയൂ സ്വഫ മർവ മലയും കണ്ടോ. मेरी किस्मतों को मिले हाथ तेरे, फिर से लकीरें दिखने लगी। देखा तुम्हें तो ऐसा लगा है जैसे ये आंखें धड़कने लगी। रहूं उम्र भर मैं तेरी, तू मेरा। जब मैं बादल बन जाऊं तुम भी बारिश बन जाना, जो कम पड़ जाए सांसें तुम मेरा दिल बन जाना। रिमझिम सावन की बूंदे तू हर मौसम बरसाना, जो कम पड़ जाए सांसें तू मेरा दिल बन जाना। मेरे लबों से आए कभी भी हो नाम पहला तेरा मेरी ज़बां पे, चाहे ज़माना मुँह मोड़ ले पर हर पल तू रहना मेरा, बस ये दुआ है। बना लूंगी मैं अब तुझे खुदा। जब मैं बादल बन जाऊं तुम भी बारिश बन जाना, जो कम पड़ जाए सांसें तुम मेरा दिल बन जाना. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി AK മമ്മുണ്ണി എന്ന ബാപ്പുവിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ AK മമ്മുണ്ണി എന്ന ബാപ്പുവാണ്. ബാപ്പുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അലിഫ് സൂപ്പർ മാർക്കറ്റ് ആണ് ഇന്നത്തെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യവാന്മാർക്കുള്ള സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ പരിപാടിയിലൊക്കെ പോകുന്നുണ്ടോ, ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ സംസാരവും കാര്യങ്ങളും. കൂടുതൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ആദ്യം ചോദിക്കും. പക്ഷെ ഇന്നത്തെ ധൈര്യം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരാണ്. ധൈര്യമായി സംസാരിച്ചോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ അരിമ്പുറക്കുന്നം ഫാമിലികൾക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യണം ആദ്യം തന്നെ. പിന്നെ ഇതിങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഒരാളുണ്ട്, അവരുടെ പേരെന്താണെന്ന് അറിയില്ലത്. ഓനാണ് ഈ കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. അത് കഴിഞ്ഞ് അത് ഞങ്ങൾ ഏറ്റെടുത്ത് നല്ലവർക്ക് അൽഹംദുലില്ലാ ഡീസൻ്റായിട്ട് ഇവിടെ എത്തി. അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നല്ലവർക്ക് ആയിക്കട്ടെ എന്നും ഇതോടുകൂടി പ്രാർത്ഥിക്കുകയാണ്.
പിന്നെ ഇതിങ്ങനെ ആക്കി തന്നു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് എല്ലാ കൊല്ലും ഇങ്ങനെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം നിങ്ങൾ. അതിന് നിങ്ങൾ വാട്സപ്പിലൂടെ തന്നെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം തന്ന് ഇത് കൂട്ടായ്മ എല്ലാ കൊല്ലും നടത്താനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് ഈ അരിമ്പുഴക്കുന്നം കൂട്ടായ്മ ഉണ്ടാക്കി തരണം. ഇത് ഓൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പല കൊമ്പത്തേനി അതൊരു കൊമ്പ് ഇവിടെ തിരുപ്പഞ്ചി എന്ന പാലക്കാട് സ്ഥലത്ത് എത്തിച്ചെന്ന് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി എല്ലാ കാര്യങ്ങളും ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി തന്ന് നിങ്ങളെ സ്വീകരിച്ചതാണ് നമ്മൾ ഒരു അതിഥിമാർക്ക്. അത് ആ തിരുപ്പഞ്ചിയിൽ നമ്മൾ 10 എല്ലാവരും കൂടി കൂട്ടായ്മ കൂടിയിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾ. അത് നല്ലവർക്ക് നിങ്ങൾ എത്തിച്ചേർന്നതിന് അൽഹംദുലില്ലാ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടകനാണ്. ബാക്കി വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല, എനിക്കത് അറിയില്ല. കച്ചവട തോനെ ചെയ്ത് പരിചയം. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മോശത്തരം ഉണ്ടെങ്കിൽ സാരമില്ല. അപ്പോൾ എല്ലാവരും ഈ അരിമ്പുഴക്കുന്നം ഫാമിലികൾക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അരിമ്പ്രക്കുന്നൻ കുടുംബ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ MLA P ഉബൈദുള്ള അവർകളായിരുന്നു. പക്ഷെ നമുക്കറിയാം പെട്ടെന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് അസൗകര്യം അറിയിച്ചതാണ്. അപ്പൊ ആ ഒരു വിവരം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ വേദിയിൽ അരിമ്പ്രക്കുന്നൻ കുടുംബ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക വ്യാവസായിക മേഖലയിൽ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PC അബ്ദുറഹിമാൻ അരിമ്പ്രക്കുന്നൻ കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട AK മമ്മുണ്ണി സാഹിബ്, സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട AK കബീർ മാസ്റ്റർ, ഖിറാഅത്ത് നടത്തിയ അളവറ്റ ദയാഭരണം കരുണാവാരിധിയുമായ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഏറ്റവും മനോഹരമായ അരിമ്പ്രക്കുന്നൻ കുടുംബ സംഗമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ഖിറാഅത്തോടുകൂടി ആരംഭിച്ച് ഉദ്ഘാടന പ്രസംഗം ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചപ്പോ ആശംസകളിലൂടെ ആദരവുകളിലൂടെ ഈ കുടുംബത്തിന്റെ മനോഹാരിത ഓരോ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരും ഹൃദയത്തോടൊപ്പം ചേർത്തു വെച്ചു. മാഷാ അല്ലാഹ്. ഈ ഖ്യാതിയും ഈ കുടുംബത്തിന്റെ പോരിശയും വാനോളം ഉയരുന്ന ഈ നാട് അരിമ്പ്രക്കുന്നൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മാത്രമല്ല ഈ കുടുംബത്തിന്റെ അടിവേരുള്ളത്. ഈ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ഖ്യാതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇപ്പോഴും ഈ സംഗമത്തിലേക്ക് ഒരുപാട് പേര് സാധിക്കാത്തവരായിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. അവർക്കൊക്കെയും നമ്മൾ സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും ചേർന്നുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥന അറിയിക്കൂടി ചെയ്യുകയാണ്. മാത്രമല്ല കാരുണ്യ നാമത്തിലോടുന്നു ദിവ്യമാം സുക്തികൾ, കാരുണ്യത്തിലോടുന്നു ദിവ്യമാം സുക്തികൾ, ലോകങ്ങളെയും തീർത്തുവാണിടുന്ന ലോകൈക ഇറയോന് ആശയെല്ലാം ധന്യ മദീന 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 മദീന. സൽവഴി കാട്ടിത്തന്ന റസൂലിൻ പുണ്യമദീന, സയ്യിദിൻ പാദ പകുഞ്ചകമേറ്റിയ ധന്യ മദീന. ആശിഖിനാശയിൽ കനവ് നിറച്ച് നിന്ന മദീന, ആശിച്ചു റബ്ബേ റൗള കാണാൻ മുത്ത് റസൂലിൻ മദീന 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 മദീന.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനിപ്പോ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് ഈ സദസ്സിൽ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും നമ്മളെ സന്തോഷം അല്ലേ? മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാമിലായ, ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള, ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും മതിവരാത്ത, നോക്കിയാലും കൊതിതീരാത്ത ആ ഹബീബിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന സ്വഹാബികൾ അന്ത്യദൂതന്റെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലർ സ്വഹാബത്തിൻ ചാരത്ത് ഒരുവനായി പിറന്നെങ്കിൽ, ഒരുവളായി പിറന്നെങ്കിൽ 14 നൂറ്റാണ്ട് പിൻപെന്തിന് പാരിൽ ഞാൻ പാവി പിറന്നു വീണ് പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണ്. അള്ളാഹുവിന്റെ ഹബീബ് സഖാക്കളോട്, സ്വഹാബികളോട് ഒരിക്കൽ ഒരു കാര്യം ചോദിച്ചു. അല്ലയോ സ്വഹാബികളെ, സ്വഹാബികള് നക്ഷത്ര തുല്യരാണ് എന്ന് ഹദീസുകളിൽ നമ്മൾ പഠിക്കുന്നു. നക്ഷത്ര തുല്യരാണ് സ്വഹാബികൾ. കാരണം അള്ളാഹുവിന്റെ ഹബീബിന് വഹി ഇറങ്ങുമ്പോ, ഖുർആൻ ഇറങ്ങുമ്പോ അത് അള്ളാഹുവിന്റെ ഹബീബ് ഓതിക്കൊടുക്കുന്നു, സ്വഹാബികൾ ഏറ്റുചൊല്ലുന്നു, അത് ഹൃദ്യസ്ഥമാക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ആ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് ഒരു കാര്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഏറ്റവും നല്ലൊരു പദവി വേണോ? ഈ ഇരിക്കുന്ന അരിമ്പറക്കുന്നൻ കുടുംബത്തിലെ ഓരോരുത്തരും പറയും, ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് ആർക്കാണ് ലഭിക്കുക? ലിമൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആർക്കാ ലഭിക്കുക? നമ്മളാണെങ്കിൽ എന്തായാലും ചോദിക്കും, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് സ്വർഗത്തിലെ ആ മനോഹരമായ പദവി, ആ സ്യൂട്ട് ലഭിക്കുകയെന്ന് ചോദിച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരി തൂയിക്കൊണ്ട് പറഞ്ഞു, തൊയ്യിബിൽ കലാം, നല്ല വാക്ക് പറയുന്ന ആൾക്കാർ. നിങ്ങൾ നോക്ക്, ലോകത്ത് ഏത് മതമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ലോകത്ത് ഏത് തത്വശാസ്ത്രമാണ് നല്ലൊരു വാക്കിനും സ്വർഗത്തിൽ ഒരു പദവി ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന? ലോകത്തിൽ ഏത് തത്വശാസ്ത്രമുണ്ട് ദീനല്ലാതെ, ഇസ്ലാമല്ലാതെ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മനോഹരമായ ആ ചോദ്യം കേട്ട് സ്വഹാബികൾ ഒന്നടങ്കം ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ് തൊയ്യിബിൽ കലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെന്നാ ചെലവ്? നോക്ക്, നല്ല ഉഷാറുണ്ട് കേട്ടോ, നല്ല ഭക്ഷണം, നല്ല ബിരിയാണി. നോക്ക്, ആ ചുരിദാർ സൂപ്പർ, ഇതാ ഈ പർദ്ദ നല്ല പർദ്ദ, നല്ലൊരു ഹാള്, നല്ല പരിപാടി, അരിമ്പ്രക്കുന്നന്റെ പരിപാടി. നോക്ക്, ഇതിന്റെ സംഘാടക ഉണ്ട്, അസ്സലാമു അലൈക്കും, പരിപാടി ഉഷാറായിട്ടുണ്ട്, അടുത്ത വർഷവും ഇതിനേക്കാൾ മനോഹരമായി സംഘടിപ്പിക്കണം. അൽഹംദുലില്ലാഹ്. തൊയ്യിബിൽ കലാം. ഭർത്താവിനോട് ഒറ്റ ചോദ്യം. നോക്ക്, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എൻ്റെ ഭാഗ്യ. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഏതോ വഴിയിലൂടെ ആരുടെയോ കൂടെ അങ്ങ് പോവായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ്, നിങ്ങൾ എൻ്റെ കൂടെ വന്നത് എൻ്റെ മഹാസൗഭാഗ്യമാണ്. തൊയ്യിബിൽ കലാം. നേരെ ഭർത്താവ്, നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷകരമായി തീർന്നത്. നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ഈ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എനിക്ക് നീ 6 മക്കളെ സമ്മാനിച്ചത്. എൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എൻ്റെ എല്ലാ നന്മക്കും കാരണം നീയാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ. തൊയ്യിബിൽ കലാം. നോക്ക്, നമുക്കങ്ങനെ പറഞ്ഞൂടെ? എന്താ പ്രയാസം? നേരത്തെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തപ്പോ നമ്മോട് പറഞ്ഞില്ലേ, ഒരു വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് കയറി വരുമ്പോ, അത് ഞാൻ പറയുന്നതല്ല, പ്രസിഡന്റ് പറയുന്നതല്ല, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്ന്, പഠിപ്പിച്ചു തന്ന്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്ന് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ ജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നേരത്തെ നന്ദി പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറഞ്ഞ്, സിർഹബിൽ സാഹിബ് എന്നോട് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നവാസ്ക, നിങ്ങൾ കുടുംബത്തിൽ വരണം. എൻ്റെ കാരണം
ഇന്ന് ചെർക്കള കാസർഗോഡ് ജില്ലയിൽ വലിയൊരു പരിപാടി നടക്കുകയാണ്. 200ഓളം തലമുറകൾ സംഗമിക്കുന്ന ഒരു വേദി. പക്ഷെ അവിടെ വരാതെയാണ് പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിർഹാബിൽ സാഹിബ് ഇങ്ങനെ ക്ഷണിച്ചപ്പോ ഈ കുടുംബ സംഗമത്തിലേക്ക് ഞാൻ ഓടി വന്നത്. എനിക്കറിയാം ഈ കുടുംബത്തിന്റെ ഖ്യാതി ഇവിടെ അരിമ്പ്രക്കുന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് മാത്രമല്ല, ഈ മനോഹരമായ തൃപ്പനഞ്ച് പ്രദേശത്തിൽ മാത്രമല്ല, ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഖ്യാതിയുള്ള ഒരു കുടുംബ സംഗമമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല കുടുംബം, ഏറ്റവും നല്ല കുടുംബിനി, ഏറ്റവും അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അരിമ്പ്രക്കുന്നിൻ കുടുംബത്തിലെ മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. ഈ ചരിത്ര സംഗമത്തിൽ ഒരുപാട് ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എല്ലാവരും ചേർന്ന് എന്ന വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. അവരുടെ Every single thing I'm doing, I'm leader. When you do it, you're not going to tell me,
कुड़िया तेरा बहुत स्वीट है मुझे थोड़ा फील है पर कुड़िया तेरा बहुत स्वीट है लूंगी सारी पार्टी है मैं लूंगी Off the side, off the right. Thank you.
मोहब्बत बच्चों का